പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ. ഉപപ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. മോദി മോദി വിളികളോടെയാണ് മസ്കറ്റിലെ ഭാരത സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഒമാൻ ഉപപ്രധാനമന്ത്രി ഹിസ് ഹൈനസ് സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ആവേശോജ്വലമായ ഒരു സ്വീകരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാനിൽ നിന്ന് ഉണ്ടായത്. എന്തെല്ലാം കാര്യങ്ങളിന്മേലായിരിക്കും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുക വരും സമയങ്ങളിൽ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും വളരെ ഊഷ്മളമായൊരു സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാനിൽ ലഭിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ കണ്ടതുപോലെ തന്നെ നിരവധിയായ രീതിയിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വീകരണം ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒമാൻ്റെ ഉപപ്രധാനമന്ത്രിയുടെ പദവി വഹിക്കുന്ന സയ്യിദ് ഷഹീബ് ബിൻ താരിഖ് അൽ സയ്യിദ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധത്തിൻ്റെ ചുമതല കൂടിയുള്ള, പ്രതിരോധ സംവിധാനങ്ങളുടെ ചുമതല കൂടിയുള്ള മന്ത്രി കൂടി, ഉപപ്രധാനമന്ത്രി കൂടിയാണ്. അദ്ദേഹം നേരിട്ടെത്തി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഈ ഡിസംബർ 12-നാണ് ഒമാൻ ക്യാബിനറ്റ്, യൂണിയൻ ക്യാബിനറ്റ്, അതായത് ഭാരതത്തിൻ്റെ ക്യാബിനറ്റ് ഒമാനുമായുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സംബന്ധിച്ചൊരു ധാരണ അന്തിമമായി തീരുമാനിക്കുന്നത്. ഈ ധാരണയുടെ ചില ചർച്ചകൾ കൂടി നടന്നു കഴിഞ്ഞാൽ അത് നിലവിൽ വരുന്ന ഒരു സാഹചര്യം, പൂർണ്ണമായും നിലവിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ഒരു സ്വതന്ത്ര വ്യാപാര കരാർ തുടങ്ങാൻ അല്ലെങ്കിൽ ശാക്തീകരിക്കാനിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒമാനും ഭാരതവും എന്നതുകൊണ്ട് തന്നെ ശക്തമായ ബന്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ തുടരുന്നതും അതിനനുബന്ധമായ വാണിജ്യ വ്യവസായ രംഗങ്ങളിലെ കൃത്യമായ സഹകരണം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിക്ഷേപം, വാണിജ്യം, അതുപോലെ തന്നെ ഊർജ്ജരംഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് പല തരത്തിലുള്ള സംവിധാനങ്ങൾ, അതായത് ഊർജ്ജരംഗത്തെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും അത് പ്രയോജനപ്പെടുത്തുന്നതിനും പരസ്പരം രാജ്യങ്ങളിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള, അതിൻ്റെ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള നീക്കങ്ങളുടെ ധാരണകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതികവിദ്യ, കൃഷി എന്നീ രംഗങ്ങളിലും സ്വാഭാവികമായും നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക രംഗത്തെ ഒരു ഇടപെടലും, അതായത് നമുക്കറിയാവുന്നതാണ് കാലങ്ങളായി ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്, അതായത് ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കാലങ്ങളായി ഭാരതവുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു എലമെൻറ്റ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ബന്ധങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുക, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളെ ശാക്തീകരിക്കുക എന്നൊരു ലക്ഷ്യവും പശ്ചിമേഷ്യയിലെ കൃത്യമായ നല്ല സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭാരതത്തിൻ്റെ നീക്കങ്ങൾക്ക് ശക്തി പകരുക എന്നതുകൂടിയാണ് ഒമാൻ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. നാളെ സന്ദർശനത്തിന് ശേഷം ഭാരതത്തിലെത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എത്യോപ്യയിലെ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഒമാനിലെത്തിയിരിക്കുന്നത്. ഇനി നേരത്തെ അതിനു മുൻപ്, എത്യോപ്യയിലെത്തുന്നതിന് മുമ്പ് ജോർദാനിലും അദ്ദേഹം വിജയകരമായ സന്ദർശനം നടത്തിയിരുന്നു. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.